ചെങ്ങളായി ഗ്രാമപഞ്ചായത്ത് ഇന്ന് നടന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ LDF പാനലിന് എതിരില്ല. സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം തന്നെ റിട്ടേണിംഗ് ഓഫീസർ എല്ലാ അംഗങ്ങൾക്കും രേഖാമൂലം നോട്ടീസ് നൽകിയിരുന്നു. ആ നോട്ടീസിൽ കൃത്യമായ തെരഞ്ഞെടുപ്പ് തീയതിയും നോമിനേഷൻ തീയതിയും പറയുന്നുണ്ട്. അതുപ്രകാരം തെരഞ്ഞെടുപ്പ് 6/1/2026 നോമിനേഷൻ സമർപ്പിക്കാനുള്ള അവസാന സമയം 5/1/2026 വൈകുന്നേരം 5 മണി വരെ നൽകിയിരുന്നു. എന്നാൽ LDF ഇന്നലെ രാവിലെ തന്നെ പത്രിക നൽകുകയും UDF ഇന്നലെ പത്രിക നൽകാതിരിക്കുകയും ആണ് ചെയ്തത്. ഇന്ന് രാവിലെ റിട്ടേണിംഗ് ഓഫീസർ ഗ്രാമപഞ്ചായത്ത് ഓഫീസിലെത്തി തെരഞ്ഞെടുപ്പ് നടപടികൾ നടത്തുകയായിരുന്നു. UDFിൻ്റെ പാനൽ മത്സരാർത്ഥികൾ ഇല്ലാത്തതിനാൽ LDFിൻ്റെ പാനലിലെ അംഗങ്ങളെ എതിരില്ലാതെ തെരഞ്ഞെടുത്തു. MV ബിന്ദു, K ശൈലേഷ് ബാബു, MK ഭാസ്കരൻ, KC അമ്മുക്കുട്ടി, N നാരായണൻ, സുനീഷ്, PV രാജൻ, ബിജു TP, PK സിന്ധു എന്നിവരെയാണ് തെരഞ്ഞെടുത്തത്. ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് ഇന്നാണ് തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളത്. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പ്രസിഡന്റ്, വൈസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്ന അതേ ദിവസം തന്നെ വരണാധികാരി എന്ന നിലയിൽ മുഴുവൻ ഭരണസമിതി അംഗങ്ങൾക്കും കത്ത് നൽകുകയും അതിന്റെ നോമിനേഷനുമായി ബന്ധപ്പെട്ട കാര്യങ്ങളൊക്കെ അറിയിക്കുകയും ചെയ്തതാണ്. അപ്പൊ അതിന്റെ ഭാഗമായി 2026 ജനുവരി 5 വൈകുന്നേരം 5 മണിക്ക് മുമ്പായി സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ മത്സരിക്കാൻ ഉദ്ദേശിക്കുന്ന മുഴുവൻ ആളുകളുടെയും നോമിനേഷൻ നൽകണം എന്നാണ് കത്തിൽ രേഖാമൂലം അറിയിച്ചിട്ടുള്ളത്. അതിന്റെ ഭാഗമായി LDF എന്നുള്ള നിലയിൽ നമ്മുടെ 9 പേരുടെയും നോമിനേഷൻ ഇന്നലെ വൈകുന്നേരം 5 മണിക്ക് മുൻപേ നമ്മൾ വരണാധികാരിയെ ഏൽപ്പിക്കുന്ന നിലയാണ് ഉണ്ടായിട്ടുള്ളത്. പക്ഷെ ഇന്ന് രാവിലെ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ ആയിട്ടും UDFന് നോമിനേഷൻ കൊടുക്കാൻ വേണ്ടി സാധിച്ചിട്ടില്ല. അതിന്റെ ഭാഗമായിട്ട് തന്നെ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കാൻ അവർക്ക് സാധിച്ചിട്ടില്ല. ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് ഇതിനോടകം തന്നെ സമവായത്തിൽ എത്തണമെങ്കിൽ എന്നുള്ള രീതിയിലേക്ക് LDFിന്റെ നേതൃത്വം എന്നുള്ള രീതിയിൽ UDFിന്റെ പാർലമെന്ററി പാർട്ടി സെക്രട്ടറിയുമായിട്ടും അതുപോലെ തന്നെ UDFിന്റെ മെമ്പറുമായിട്ടും പ്രിയ എന്ന് പറയുന്ന മെമ്പറുമായി അവര് ബന്ധപ്പെട്ടിട്ടുണ്ട്. അപ്പൊ അവരോട് കൃത്യമായി കാര്യങ്ങൾ ഞങ്ങൾ സൂചിപ്പിച്ചിട്ടുള്ളതാണ്. ഇന്ന സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിലേക്ക് നമ്മൾ നോമിനേഷൻ കൊടുക്കുന്നുണ്ട്, നിങ്ങൾക്ക് അതിലേക്ക് ഉൾപ്പെടുത്താൻ പറ്റുന്നവരെ പറയാവുന്നതാണ് എന്നുള്ള രീതിയിൽ അവരെ അറിയിച്ചിട്ടുണ്ടെങ്കിലും ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുന്ന സമയം വരെ അതുമായി ബന്ധപ്പെട്ട ഒരു അറിയിപ്പും UDFിന്റെ നേതൃത്വം എന്നുള്ള രീതിയിൽ തിരിച്ച് നമ്മളോട് അറിയിക്കുന്ന നിലയുണ്ടായിട്ടില്ല. അപ്പൊ അങ്ങനെയൊക്കെ വന്ന സാഹചര്യത്തിലാണ് ഇന്ന് ഈ തെരഞ്ഞെടുപ്പ് നടക്കുമ്പോൾ ഞങ്ങൾ തെരഞ്ഞെടുപ്പിൽ പങ്കെടുക്കുന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഇറങ്ങിപ്പോയി പ്രതിഷേധിക്കുന്ന നില ഉണ്ടായിട്ടുള്ളത്. തീർച്ചയായിട്ടും UDFിനകത്ത് കോൺഗ്രസും ലീഗും തമ്മിൽ സീറ്റ് വിഭജനത്തിന്റെ കാര്യത്തിൽ ഒരു ധാരണയും ആയിട്ടില്ല. അപ്പൊ ആ ജാള്യത മറക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ഒരു അടവായിട്ടാണ് UDF ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പിൽ നിന്നും ഇറങ്ങിപ്പോയിട്ടുള്ളത്. ബാക്കി LDFിന്റെ മെമ്പർമാരൊക്കെ കൃത്യമായി തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നിർദ്ദേശിച്ച പ്രകാരം അതിനനുസരിച്ച് തന്നെയാണ് എല്ലാ കാര്യങ്ങളും ചെയ്തിട്ടുള്ളത്. ആ നിലയിൽ തന്നെ ചെങ്ങളായി ഗ്രാമപഞ്ചായത്തിനകത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് പൂർത്തിയായിട്ടുണ്ട്. മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഇവിടെ തെരഞ്ഞെടുക്കേണ്ടതായിട്ടുള്ള മുഴുവൻ സ്റ്റാൻഡിംഗ് കമ്മിറ്റിയിലും ഭൂരിപക്ഷത്തോടു കൂടി LDFിന്റെ ചെയർമാൻമാർ വരും എന്നുള്ള വലിയ സന്തോഷമാണ് നമുക്ക് ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പ് കഴിയുമ്പോൾ ഉണ്ടായിട്ടുള്ളത്. UDFിനകത്തെ തർക്കം മറച്ചു വെക്കാൻ വേണ്ടിയിട്ട് ഇവിടെ നടന്നിട്ടുള്ളത് കൃത്യമായ കാര്യമല്ല എന്നുള്ള രീതിയിലേക്കുള്ള വ്യാജമായിട്ടുള്ള പ്രചരണങ്ങൾ അടിച്ചുവിടുക എന്നതിനപ്പുറത്തേക്ക് യാതൊരു വിധത്തിലുള്ള മറ്റു പ്രശ്നങ്ങളും ഇതിന്റെ ഭാഗമായിട്ട് സ്റ്റാൻഡിംഗ് കമ്മിറ്റി തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് പഞ്ചായത്തിനകത്ത് ഇന്ന് നടന്നിട്ടില്ല എന്നുള്ളതാണ്.